ശ്യാം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഉള്ളത്. ശ്യാം, ഗുഡ് മോർണിംഗ്. കർക്കിടക മാസ ആരംഭ ആശംസകൾ കൂടി, രാമായണ മാസ ആശംസകൾ കൂടി നേരുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, നാലമ്പല ദർശനങ്ങളുടെ ഒരു കാലമാണ്. രാമായണ മാസം അത്രയേറെ രാമൻ്റെ ശീലുകളും മറ്റുമൊക്കെയായിട്ട് ഭക്തർ മുഴുകുന്ന ഒരു സമയം കൂടിയാണ്. വലിയ ഒരു തിരക്ക് തന്നെയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ മഴയുണ്ടെങ്കിൽ പോലും മഴയെല്ലാം തന്നെ അവഗണിച്ച് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 4 ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടും ഈ തൃശ്ശൂർ ജില്ലയിൽ പറയുകയാണെങ്കിൽ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, അവിടെ നിന്നും കൂടൽമാണിക്യ ഭരതക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം, തൊട്ട് പിന്നീട് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. ഈ 4 ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടും ഭക്തർ എത്തുക. ഈ നാലമ്പല ദർശനം തൊഴുത് കഴിഞ്ഞാൽ അതൊരു രാമായണം വായിക്കുന്നതിന് തുല്യമെന്ന പോലെയാണ് എന്നാണ് ഒരു വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. തൊട്ടപ്പുറത്ത് മീനൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഇവിടുത്തെ മീനൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും ആ വഴിപാട് നടത്തി മടങ്ങുന്ന കാഴ്ചകളുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും വലിയ ഒരു തിരക്ക് ഇവിടെ മൊത്തം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണല്ലേ മീനൂട്ട്? മീനൂട്ട് വഴിപാടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. എന്തായാലും നമുക്ക് തൊട്ടപ്പുറത്ത് കാണാം ആ ക്ഷേത്രത്തിൻ്റെ ആ പുഴയിൽ മീനൂട്ടുന്നത്. മുൻപ് പ്രധാനമന്ത്രി അടക്കം ഇവിടെ എത്തി മീനൂട്ട് നടത്തിയ ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. അങ്ങനെയും ഏറെ പ്രശസ്തി ഉള്ളതാണ്. ഈ ക്ഷേത്രങ്ങളിലെ ഈ ദർശനത്തിന് ശേഷം ഒരു രാമായണം പാരായണം ചെയ്തതിന് തുല്യമാണ് എന്നാണ് ഈ 4 ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്തു കഴിഞ്ഞാൽ. നമുക്ക് ഈ ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ കൂടി ഒരു പക്ഷേ തേടാം. നാലമ്പല ദർശനത്തിന് എത്തിയാണോ? അല്ല, എവിടെ നിന്ന് പറയണേ? തൃപ്രയാർ. രാമായണ മാസമായതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ല. എന്തായാലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തി ദർശനം നടത്തുന്ന ഒരു കാഴ്ച, മീനൂട്ടും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. തൊട്ടപ്പുറത്തേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ പേർ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലങ്കൈയിൽ വില്ലും ഇടങ്കൈയിൽ ശംഖചക്രങ്ങളുമായി ആണ് പ്രതിഷ്ഠ. കന്നിമാസത്തിലെ തിരുവോണ നാളിൽ ശ്രീരാമഞ്ചിറയിൽ നടക്കുന്ന ഒരു ചിറകട്ടോണം എന്ന ഒരു സേതുബന്ധന ചടങ്ങ് കൂടി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് തന്നെയാണ്. മറ്റൊന്ന്, ഈ രാമായണ കാലഘട്ടത്തിൽ സുന്ദരകാന്ഡ വായന അടക്കം ഇവിടെ നടത്തുന്നു എന്ന ഒരു പ്രത്യേകതയും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഭക്തരെത്തി ആദരപൂർവ്വം മീനൂട്ടി മടങ്ങുന്ന ഒരു കാഴ്ച, അതാണ് പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കൂടാതെ തൊട്ടപ്പുറത്ത് ദർശനത്തിനായി വലിയൊരു നിരയുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ രാമായണ മാസമായതിനാൽ തന്നെ രാവിലെ 3:30 കൂടി തന്നെയാണ് ഇവിടുത്തെ നട തുറക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പ്രധാനമായിട്ടും ദേവസ്വം ഭാരവാഹികളും മറ്റുമൊക്കെ നേരത്തെ തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു പന്തലും മറ്റുമൊക്കെ വിരിച്ച് മഴയൊക്കെ ഉണ്ടെങ്കിൽ പോലും മഴയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഭക്തരെല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ചേർത്തലേന്ന്. നാലമ്പല ദർശനമായിട്ടാണോ? KSRTC-യിലാണോ? അല്ല, വണ്ടി പുതിയ കാവ്. രാമായണമൊക്കെ പാരായണം ചെയ്യാറുണ്ടോ? ആദ്യമായിട്ടാണോ വരുന്നത് ഇവിടെ? ആദ്യമായിട്ടല്ല, പല പ്രാവശ്യം വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ക്ഷേത്ര ദർശനവും കാര്യങ്ങളൊക്കെ? നാലമ്പല ദർശനത്തിന്റെ പുണ്യം തേടി നിരവധി പേരാണ് തൃപ്രയാറിലേക്ക് ഒഴുകിയെത്തുന്നത്. നമുക്കിനി അരുൺ അമൃതാഥ് കൂടി ചേരുന്നു. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് അരുൺ അമൃതാഥ് ഉള്ളത്. അരുൺ, ഗുഡ് മോർണിംഗ്. രാമായണ മാസ ആരംഭമാണ് ഇന്ന്. ആശംസകളും നേരുന്നു. അവിടെ എന്താണ്, ഭക്തജന തിരക്കുണ്ടോ? വിശദ വിവരങ്ങൾ എന്തൊക്കെ? മോത്തി, സുപ്രഭാതം. മോത്തിക്കും ആശംസകൾ നേരുന്നു. ആദ്യം തന്നെ വളരെ പോസിറ്റീവായ ഒരു അന്തരീക്ഷമാണ്. ആദ്യം തന്നെ ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ രാമപുരം രാമസ്വാമി ക്ഷേത്രം നാലമ്പലമാണ്. ഇത് ഞാൻ നിൽക്കുന്ന സ്ഥലം രാമസ്വാമി ക്ഷേത്രം, ഇനി അയോധ്യ ലക്ഷ്മണ ക്ഷേത്രം, ഒപ്പം തന്നെ ഭരതക്ഷേത്രം, ശത്രുഘ്ന ക്ഷേത്രം, അങ്ങനെ 4 അമ്പലങ്ങളാണ് ഇവിടെ. ഇനി മോത്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി കർക്കിടക മാസമാണ്. ഇന്ന് കർക്കിടകം 1. ഇനി മുതൽ അങ്ങോട്ട് രാമായണ ശീലുകളാൽ തന്നെ ഉയർന്നു കേൾക്കാം. രാമായണ മന്ത്രങ്ങളാൽ മുഖരിതമാകും ഓരോ വീടും.
പങ്കിടും എന്നുള്ളത് തന്നെയാണ് രാമായണ മാസം. അത്തരത്തിൽ മനസ്സും ശരീരവും ഒക്കെ കർക്കിടക മാസത്തിൽ ക്രമീകരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈ ക്ഷേത്രത്തിലേക്ക് വന്നാൽ തന്നെ ഞാൻ രാവിലെ എത്തുമ്പോൾ തന്നെ നമുക്ക് അത്തരത്തിലൊരു പോസിറ്റീവായ ഒരു അന്തരീക്ഷം, നമുക്ക് ഒരു അനുഭൂതി തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ചുറ്റും ഒരു വയൽപ്പാടത്തിന് നടുവിലായാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഈ ആളുകളൊക്കെ രാവിലെ തന്നെ ഒരു ഭക്തജന തിരക്കൊക്കെ, ഒരു നീണ്ട നിരയൊക്കെ കാണുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ മായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് കർക്കിടകം ഒന്നാണ് സ്ഥിരം ഉണ്ടാവുന്ന ഒരു തിരക്കൊക്കെ കാണുന്നുണ്ടോ? സാധാരണഗതിയിൽ കാണുന്ന ഒരു തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. 1-ാം തീയതി മുതൽ ചെറുതായിട്ട് തിരക്കുകൾ വരുന്നുണ്ട്. ഒഴിവു ദിവസങ്ങളിലാണ് ഇവിടെ സാധാരണഗതിയിൽ കർക്കിടക മാസത്തിൽ തിരക്ക് കൂടുന്നത്. ആളുകൾ നീണ്ട നിരയായി തന്നെ എത്തുന്നുണ്ടല്ലേ? ഞായറാഴ്ച ദിവസങ്ങളെല്ലാം തിരക്കുണ്ട്, എല്ലാ ഞായറാഴ്ച ഉണ്ടാവും തിരക്ക്. എന്തെല്ലാമാണ് ക്ഷേത്രത്തിൽ ഇത്തവണ രാമായണ മാസവുമായി ബന്ധപ്പെട്ട്? ക്ഷേത്രത്തിൽ എല്ലാ വർഷത്തെയും പോലെ രാവിലെയും ഉച്ചയ്ക്കും അന്നദാനം ഭക്തജനങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാവിലെ പ്രാതൽ, ഉച്ചയ്ക്ക് ഭക്ഷണം കാര്യങ്ങളെല്ലാം എല്ലാ വർഷത്തെയും പോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭക്തർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ കൗണ്ടറുകൾ, കാര്യങ്ങൾ, പന്തലുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നാലമ്പലത്തിൻ്റെ തന്നെ പ്രത്യേകതയാണല്ലോ, ഓരോ കിലോമീറ്റർ വിട്ടാണ് ഓരോ ക്ഷേത്രങ്ങളും അല്ലേ? ഈ രാമപുരത്തെ, മലപ്പുറം ജില്ലയിലെ രാമപുരത്തെ നാലമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 കിലോമീറ്ററിനുള്ളിൽ 4 ക്ഷേത്രങ്ങളും പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് നാലമ്പലത്തിനോടൊപ്പം തന്നെ സീതാക്ഷേത്രം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത്. അത്തരത്തിൽ 4 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 ക്ഷേത്രങ്ങളും വരുന്നത്. രാമപുരത്തെ പ്രസിദ്ധമായ നാലമ്പലത്തിൻ്റെ ചരിത്രം അത്തരത്തിൽ തന്നെ വിഖ്യാതവുമാണ്. എന്തായാലും ഭക്തരൊക്കെ തന്നെ ഈ ശനി ഞായർ ദിവസങ്ങളൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടാറാണ് പതിവ് സാധാരണ. എങ്കിൽ പോലും ഇന്ന് കർക്കിടകം 1 ഭക്തരൊക്കെ രാവിലെ തന്നെ എത്തുന്ന കാഴ്ചയും നമുക്ക് എന്തായാലും കാണാവുന്നതാണ്.